കൊറോണയുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള വിദഗ്ധരുടെ മറുപടിയാണ് ഇനി. ശ്വാസകോശ രോഗ വിദഗ്ധ ഡോക്ടർ പ്രീതി നായരാണ് ഇന്നത്തെ അതിഥി. തിരുവനന്തപുരത്തെ അനന്തപുരി ആശുപത്രിയിലാണ് ഡോക്ടർ ജോലി നോക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം, ഡോക്ടറോട് സംശയം ചോദിക്കാം. ഡോക്ടർ, പരിപാടിയിലേക്ക് നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ശ്വാസകോശത്തെയാണ് അല്ലേ കൊറോണ പോലുള്ള വൈറസുകൾ ഏറ്റവും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? ആക്ച്വലി ഈ കൊറോണ വൈറസ് പെർട്ടിക്കുലർലി ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസ് ആണ്. അത് നോർമൽ കൊറോണ വൈറസ് കോമൺ കോൾഡും ഒരു തുമ്മലും ചുമ അത്രേ അല്ലെങ്കിൽ പനി നോർമലി ആക്ച്വലി വേൾഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു നോവൽ കൊറോണ വൈറസ് ആണ്. ഈ നോവൽ കൊറോണ വൈറസ് വന്നത് മ്യൂട്ടേറ്റഡ് ഫോം ഓഫ് കൊറോണ വൈറസ് ആണെന്ന് പറയുന്നുണ്ട്. അത് ആക്ച്വലി ഇത് വന്നത് ബാറ്റ്സിന്ന് പാങ്കലിൻ എന്ന് പറഞ്ഞ ഒരു ആനിമലിന്ന് ആ വെറ്റ് സീ ഫുഡ് മാർക്കറ്റിൽ നിന്ന് പറയുന്ന ആൾക്കാർ വുഹാനിൽ നിന്ന് വന്നത്. ആദ്യത്തെ ആളിനെ ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു ആനിമൽ വഴി. ആൻഡ് ഹ്യൂമനിൽ വന്നിട്ട് പിന്നെ എല്ലാ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനാണ് ഇപ്പം. സോ ഇത് മ്യൂട്ടേറ്റഡ് ഫോമാണ്. ആദ്യം പിടിക്കുന്നത് അത് നോസിൽ ത്രൂ ട്രാൻസ്മിഷൻ. ആദ്യം ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ തുമ്മുമ്പോൾ ഒരു പാർട്ടിക്കിൾസ്, ഒരുപാട് പുക പോലെ ഒരു പാർട്ടിക്കിൾസ്, തുമ്മലിൻ്റെ പാർട്ടിക്കിൾസ് മുഴുവൻ ഇത് വൈറസ് ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് വേറെ ആളുടെ അടുത്ത് പോവും. അത് മൂക്കിക്കൂടെ അല്ലെങ്കിൽ കണ്ണിക്കൂടെ അല്ലെങ്കിൽ വായിക്കൂടെ പക്ഷേ പോകുന്നതാണ്. ബട്ട് ഈ പാർട്ടിക്കിൾസ് എപ്പോഴും അത് ഓൾമോസ്റ്റ് 3 hours നിൽക്കുകയുള്ളൂ എയറിൽ. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഫൊമൈറ്റ് പോലെയാണ് വീഴുന്നത്. സോ ആക്ച്വലി എയർബോൺ അല്ല. ഉടനെ താഴോട്ട് ഹെവി പാർട്ടിക്കിൾസ് ടേബിൾ ടോപ്പ്, ഡെസ്ക്, നമ്മുടെ സർഫസസ് അല്ലെങ്കിൽ തുണിയിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് വന്നിട്ട് നമ്മൾ വേറെ ഇങ്ങനെ പകർത്തുന്ന ഡോർ നോബ് അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ ടച്ച് ചെയ്ത് വേറെ ആളെ അതേ ടച്ച് ചെയ്തിട്ട് ഇത് മൂക്കിൽ കൂടെ കയറും അല്ലെങ്കിൽ വായിൽ കൂടെ കയറും അല്ലെങ്കിൽ കണ്ണിൽ കൂടെ കയ്യിൽ നിന്ന് പകരുന്നത്. മോസ്റ്റ്ലി അത് പകരുന്ന മെയിൻ റൂട്ട് പകരുന്നത് ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ മറ്റേ ആൾ ഡയറക്റ്റ്ലി നോസ് ട്രാൻസ്മിഷനാണ്, നേസൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ മൗത്തിൽ കൂടെ ഇൻഹേൽ ചെയ്യുന്നതാണ്, ശ്വസിക്കുന്നതാണ് ഇത് വൈറസ്. ഓക്കെ, കോഴിക്കോട് നിന്നും ചന്ദ്രഹാസൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ ചന്ദ്രഹാസൻ, ഡോക്ടറോട് ചോദിക്കാം. ചന്ദ്രദാസൻ, താങ്കളുടെ സംശയം ചോദിക്കാം. സാറേ, ഇത് ഈ രോഗം വെള്ളത്തിൽ കൂടി പകരുമോ? ചോദിക്കാൻ കാരണം ഈ ഹൗസ് ബോട്ടിലൊക്കെ സൗകര്യം ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോ. അപ്പൊ ഹൗസ് ബോട്ടിൽ സൗകര്യം ചെയ്ത് അത് വെള്ളത്തിലേക്ക് അതിന്റെ ഏതെങ്കിലും ഇത് പകരാൻ സാധ്യത ഉണ്ടോ? ഇതുവരെ ഇങ്ങനെ ട്രാൻസ്മിഷൻ വെള്ളത്തിൽ ഉണ്ടെന്ന് അത് പറയുന്നില്ല. യൂഷ്വലി സർഫസസ് ആണ് ഇത്. എല്ലാ സർഫസസിലും ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഹൗ മച്ച് അവേഴ്സ് ഇറ്റ് ക്യാൻ ലാസ്റ്റ്. സോ നമ്മൾ പറയുന്ന ഒരു ടൈം ഡ്യൂറേഷൻ പ്ലാസ്റ്റിക്കിൽ 3 to 4 days, പേപ്പറിൽ മേ ബി 3 to 4 days. ഒരു സർഫസസിൽ അത്ര ഒരു ദിവസം, കാർഡ്ബോർഡ് സർഫസിനൊക്കെ 24 hours. വെള്ളത്തിൽ ട്രാൻസ്മിഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു റിസർച്ചും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്ന ഡാറ്റ മുഴുവൻ WHO ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ CDC അമേരിക്ക അല്ലെങ്കിൽ സയൻറ്റിഫിക് പേപ്പേഴ്സ് ഇതിന്ന് വാട്ടർ ട്രാൻസ്മിഷൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ഈ ഹൗസ് ബോട്ടിലൊക്കെ പിന്നെ സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ ഹോസ്പിറ്റലിനെ. അവരാരെങ്കിലും ഒന്ന് തുപ്പോ വെള്ളത്തിലൊന്ന് തുപ്പുകയും ചെയ്തു പോയാല് അപ്പൊ ആ വഴി പകര്. പിന്നെ മഴക്കാലം വരികയല്ലേ, മഴേന്റെ നനവ് വെള്ളത്തിൽ കൂടി പകരുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇല്ല, ഇതുവരെ ഈ വാട്ടർ ബോൺ ട്രാൻസ്മിഷൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പറയും ഇത് വാട്ടർ കൂടെയാ വരുന്നത്. ബട്ട് ജനറലി സർഫസസ് എന്ന് പറയും. നമ്മൾ ആ ബോട്ടിൽ ഇരിക്കുമ്പോൾ തുമ്മിയിട്ട് ചുമച്ചിട്ട് എല്ലാത്ത സർഫസിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയല്ലേ പകരുള്ളൂ. എന്തായാലും വെള്ളത്തിലൂടെ പകരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ചന്ദ്രദാസൻ. പിന്നെ മാത്രമല്ല, ഹൗസ് ബോട്ടുകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ആശ്വസിക്കാം. വളരെയധികം നന്ദി വിളിച്ചതിന് ശ്രീ ചന്ദ്രദാസൻ. ഡോക്ടർ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നാണല്ലോ പറയുന്നത്. ഈ പുകവലിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ? പുകവലിയിൽ ലങ്സ് ഓൾറെഡി വീക്കാണ്. ബിക്കോസ് നമ്മൾ മെയിൻ വേ ഡിഫെൻഡ് ചെയ്യുന്നത്, ബോഡിയുടെ ഡിഫെൻസ് വരുന്നത് നമ്മുടെ ലങ്സിലും സെൽസ് ഉണ്ട്. സെൽസിന് കൊച്ചു ഫൈൻ ഹെയർ എന്ന് പറയും, സീലിയ എന്ന് പറഞ്ഞ ഹെയർ ഉണ്ട്. ആ സീലിയ ഇത് എല്ലാം എടുത്ത് ഇങ്ങനെ വെളിയിലോട്ട് അതിനെ കളയാൻ, ഏതെങ്കിലും വൈറസ് കയറാൻ ശ്രമിച്ചാൽ ഈ സീലിയ
കൊച്ചു കൊച്ചു ഹെയർ അത് മൂവ് ചെയ്തിട്ട് അതിനെ കളയും. പക്ഷേ സ്മോക്കിങ്ങിൽ ഈ സീലിയ വർക്ക് ചെയ്യില്ല. സോ അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നേരെ കയറാൻ സാഹചര്യമുണ്ട്. സെക്കൻഡ്ലി ലങ്സ് സ്മോക്ക് ചെയ്യുന്നവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലങ് ഡിസീസ് ഉണ്ട്. ആസ്മ, ചിലപ്പം ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ സിവിയർ ലങ് ഡിസീസ് ഉണ്ട്. COPD എന്ന് പറഞ്ഞ ലങ് ഡിസീസ്. ഈ കോമോബിഡിറ്റീസ് ആൻഡ് എൽഡർലി ഏജ് ഗ്രൂപ്പിലാണ് ഈ കൊറോണ വൈറസ് കാണുന്നത്. ഇൻഫെക്ഷനും ഡിസീസും സിവിയർ മോർട്ടാലിറ്റിയും മോർബിഡിറ്റിയും മീൻസ് ഓൺ വെന്റിലേറ്റർ വരെ പോകുന്ന സാഹചര്യം കാണുന്ന ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ലങ് ഡിസീസ്. സോ സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പുകവലിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ? പുകവലി ഉപേക്ഷിക്കായി. മുണ്ടകയത്ത് നിന്നും സുജാത എന്ന പ്രേക്ഷക ചേരുന്നു. ശ്രീമതി സുജാത, ചോദിക്കാം ഡോക്ടറോട്. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഞാനൊന്ന് ഒരു സംശയം ചോദിക്കാനായിട്ടായിരുന്നു. വേപ്പില ഇട്ട് പോയിക്കുന്നത് നല്ലതാണോ ഡോക്ടർ? വേപ്പിലായിട്ട് വെള്ളം ഒരുപാട് അഡ്വൈസ് ഉണ്ട്. അത് ജനറൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. ജനറൽ ഇമ്മ്യൂണിറ്റിക്ക് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം കുറേ പറയുന്നുണ്ട്, വാം വാട്ടർ. പക്ഷേ ഇത് സ്പെസിഫിക് അല്ല ഈ വൈറസിനെ കളയാൻ. നമ്മൾ റുട്ടീൻ കോൾഡ് ഫ്ലൂവിനും പറയും കുറേയൊക്കെ. പക്ഷേ ഇത് ഒരു സ്പെസിഫിക് അല്ല. കൊറോണ ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, നന്ദി ശ്രീമതി സുജാത വിളിച്ചതിന്. ഡോക്ടർ വിദേശത്തൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അല്ലേ? വിദേശ സർവകലാശാലകളിൽ ഒക്കെ എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആർമിയിലായിരുന്നു, ഗൾഫിൽ. ആക്ച്വലി ഒമാനിൽ ആർമി ഡോക്ടറായിരുന്നു. സോ ആ സമയത്ത് ഈ ആദ്യം വന്നത് 2003 സാർസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ട്രാവലിയും ചെയ്യുമായിരുന്നു, കാനഡ ടു ഒമാൻ ആദ്യ ഒരു വെക്കേഷനിൽ. അപ്പോഴാണ് അത് ഇത് ന്യൂസ് ബ്രേക്ക് ചെയ്തത്. ആൻഡ് സഡൻലി എല്ലാം ഇങ്ങനെ ക്ലോഷറായിരുന്നു. ആദ്യം നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഏതെങ്കിലും ദുബായ് എയർപോർട്ട് അല്ലെങ്കിൽ ഒമാൻ എയർപോർട്ടിൽ ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്നത് ടെമ്പറേച്ചർ ആയിരുന്നു. ത്രൂ സ്കാൻസ് നമ്മൾ ഒരു സ്കാൻ വെച്ചിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ പേഴ്സണിനെ ക്വാറന്റൈൻ ചെയ്യും, ഉടനെ ക്വാറന്റൈൻ ചെയ്യും. ആ സമയത്തും ഇതേ സെയിം രീതിയായിരുന്നു, 14 day ക്വാറന്റൈൻ. ആൻഡ് നമ്മൾ ഇങ്ങനെ ആർമി ഹോസ്പിറ്റലായതുകൊണ്ട് ഇങ്ങനത്തെ കേസസേ എടുത്തുള്ളൂ. സോ ആ സമയത്ത് നമ്മൾ ഓരോരോ പേഷ്യൻറ്റിനെ നോക്കിയിട്ട് എപ്പിഡമിയോളജി നോക്കും, ഏത് സ്ഥലത്തു നിന്നാണ് വന്നത്, ട്രാവൽ ഹിസ്റ്ററി ഉണ്ടോ, പനിയുണ്ടോ, ഉടനെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വിടും ആൻഡ് ക്വാറന്റൈൻ ചെയ്യും. ടൊറന്റോയിൽ ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഉണ്ടായിരുന്നു. നമുക്ക് മേഴ്സ് 2012 പിന്നെയും വേറെ സിമിലർ ടൈപ്പ് ഇതിനെക്കാട്ടി ഒരു മോർട്ടാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് കൂടുതൽ കണ്ടേജിയൻ. സോ ആ സമയത്ത് തന്നെ ടൊറന്റോ ഹോസ്പിറ്റലിൽ അന്ന് തൊട്ടേ മേഴ്സും സാസ് അതിൻ്റെ അനുഭവം കൊണ്ട് ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് ഓൾറെഡി എടുത്തിരുന്നു. ഞാൻ അവിടെ ഉള്ള സമയത്ത് തന്നെ പ്രിക്കോഷണറി നമ്മൾ ഈ ഹാൻഡ് വാഷിങ്, റെഗുലർ ഹാൻഡ് വാഷിങ്ങിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി അവിടെ ഓരോരോ പേഷ്യൻ്റെ മുറിയിൽ കയറുമ്പോൾ നമ്മുടെ ഓവറോൾസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇട്ടിട്ടേ കയറുള്ളൂ ഇങ്ങനത്തെ കേസസ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഓരോരോ പേഷ്യൻ്റെ മുറിയിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേറെ പുതിയതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ കൊറോണ പോലത്തെ കേസസിൽ ഒരുപാട് പേഷ്യൻസ് ഒരുമിച്ച് വരുമ്പോൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, മാസ്ക് എല്ലാം കുറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഡോക്ടർ, COVID-19 ഈസ് നോട്ട് എ ഡെഡ്ലി ഡിസീസ് എന്നാണ് തുടക്കത്തിൽ ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ഡെത്ത് റേറ്റ് ഈസ് ഇൻക്രീസിങ്. എന്തുകൊണ്ടായത്? ആക്ച്വലി കേരള മോഡലാണ് ഏറ്റവും നല്ലത്. ബട്ട് ജനറലി ഐ തിങ്ക് ലോട്ട് ഓഫ് ഒരുപാട് സയൻറ്റിഫിക് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് സയൻറ്റിഫിക് ഡോക്ടേഴ്സ് ഉണ്ട്. ജനറലി ഏത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനിലാണെങ്കിലും നമ്മൾ ഇത് റൂട്ടീൻ പ്രിക്കോഷൻസ് എടുക്കും. സെയിം തിങ്, ഇത് കൊറോണയിൽ മാത്രമല്ല, എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തന്നെ പ്രിക്കോഷൻ എടുക്കും. സോ ഇത് ഡെഡ്ലി അല്ല എന്ന് ആദ്യം പറഞ്ഞത് ബിക്കോസ് കൊറോണ വൈറസ് ഇത് പണ്ടേ ഉള്ള ഒരു വൈറസ് ആണ്, നോർമൽ കൊറോണ വൈറസ്. അതിൽ ഇങ്ങനെ കോമൺ കോൾഡൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ ഹൈ ലെവൽ സിവിയറിറ്റി കണ്ടിട്ടില്ല. പക്ഷേ ഇത് നോവൽ കൊറോണ വൈറസ് പുതിയതായിട്ട് ആനിമൽ ട്രാൻസ്മിഷനാണ് പുതിയതായിട്ട് വന്നത്, ബാറ്റിൽ നിന്ന് വന്നതാണ് ആൻഡ് ടു ദ ആനിമൽസ്. സോ നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൽ വന്നപ്പോൾ നമുക്ക് ഇതിന് എക്സ്പീരിയൻസ് ഇല്ല. ഹ്യൂമൻ ബീയിങ്സിന് ഇമ്മ്യൂണിറ്റി
വന്നിട്ടില്ല ഇതുവരെ. സോ അത് സഡൻലി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ആക്ച്വലി പറഞ്ഞത് എൽഡർലിയിലേ ഉള്ളൂ. ഇപ്പം പക്ഷേ ട്രാൻസ്മിഷൻ വന്നപ്പോൾ ഈവൻ യങ് പീപ്പിൾ യങ്ങർ ഏജിലും അത് കാണുന്നുണ്ട്. ആദ്യം പറഞ്ഞത് കോമോബിലിറ്റീസ് ഉള്ളവർ, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർ. പക്ഷേ ഇപ്പം നേരത്തെ തന്നെ മീൻസ് യങ് ഏജിൽ തന്നെ വരുന്നുണ്ട്. യൂഷ്വലി ഇത് വരുന്നത് ഹൈ വൈറൽ ലോഡിൽ ഒരുപാട് ചുമ അല്ലെങ്കിൽ തുമ്മുമ്പോൾ ഈ ഇമ്മീഡിയറ്റ്ലി വേറെ അടുത്ത് ഇരിക്കുന്ന ആൾ അത് ശ്വസിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി എഫക്റ്റ് ചെയ്തിട്ട് ലങ്സിൽ ന്യൂമോണിയ വരാം. ലങ്സിൽ ഇങ്ങനെ ഓരോരോ സാക്ക്, നമ്മുടെ ലങ്സ് ശ്വാസകോശം ഒരു ബീഹൈവ് പോലെയാണ്, അത് സ്പോഞ്ച് പോലെ. അതിൽ ഒരുപാട് വെള്ളം കയറിയിട്ട് ബ്രീത്ത് ചെയ്യാൻ ഒക്കില്ല. ഓക്സിജൻ കുറയും, കാർബൺ ഡയോക്സൈഡ് കൂടും, ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റ് വരും ആൻഡ് ഇമ്മീഡിയറ്റ്ലി വെന്റിലേഷൻ്റെ ആവശ്യം വരുന്നു. വിത്തിൻ 24 hours അത് കിട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് ശ്വാസം മുട്ടൽ വരുന്നു. ഒരു ഓക്സിജൻ ഒരുപാട് ലോ ആയിട്ട് പോകുന്നു. അത് ലോ ആയിട്ട് പോകുമ്പോൾ ഉടനെ വെന്റിലേറ്ററിൽ ഇടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് വെന്റിലേറ്ററിൻ്റെ ക്ഷാമം വരുന്നുണ്ട്. നമ്മൾ യൂഷ്വലി 1 or 2 കേസസ് ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ ഓരോരോ കേസായിട്ട് ചികിത്സിക്കാം, ഒരുപാട് അറ്റൻഷൻ കൊടുത്തിട്ട്. പക്ഷേ ഒരു ഹൈ നമ്പറിൽ വരുമ്പോൾ നമുക്ക് കപ്പാസിറ്റി ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ റിസോഴ്സസ് ഇല്ല. നമുക്ക് ഓരോരോ പേഷ്യൻറ്റിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ പേഷ്യൻറ്റിന് ആക്ച്വലി നമ്മൾ ഓരോരോ എക്യുപ്മെൻറ്റ് കൊടുക്കാനും ക്ലീൻ ആയിട്ട് കൊടുക്കാൻ ഒരു സാഹചര്യം കുറവാണ്. ന്യൂയോർക്കിൽ തന്നെ കണ്ടപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് പേഷ്യൻറ്റ് വരുമ്പോൾ വെന്റിലേറ്ററിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് വെന്റിലേറ്റേഴ്സ് കുറവാണ്. ഓക്സിജൻ കൊടുക്കാൻ ഒക്കില്ല. ഒരു നഴ്സിന് തന്നെ എത്ര പേഷ്യൻറ്റിനെ ഒരുമിച്ച് നോക്കും, ഡോക്ടേഴ്സിനെ ഒരുമിച്ച് നോക്കും. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ്ലി ഒരു ഡെഡ്ലി ഡിസീസ്. പിന്നെയും 12 days ഒക്കെ വെന്റിലേറ്ററിൽ ഇരുന്ന് വരെ ചിലപ്പം അത് എൻഡിൽ വേറെ ഇൻഫെക്ഷനും, സെക്കൻഡറി ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനും കയറും. സോ നോർമലിയും വൈറൽ ഇൻഫെക്ഷൻ ഇങ്ങനെ കാണുന്നു. പക്ഷേ ഇത് ഹൈലി കണ്ടേജിയസ്, സ്പ്രെഡിങ് ഒരുപാട് ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എൻറ്റയർ ലങ്ങിനെ ക്വിക്ക്ലി എഫക്റ്റ് ചെയ്തിട്ട് ഓക്സിജൻ കുറയ്ക്കുന്നുണ്ട്, വിച്ച് ഇസ് മേക്കിംഗ് ഇറ്റ് എ വെരി ഡെഡ്ലി ഡിസീസ് മോർ ദാൻ ദ നോർമൽ ഫ്ലൂ. തിരുവനന്തപുരം പെരൂർക്കടയിൽ നിന്നും മണികണ്ഠൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. മണികണ്ഠൻ, ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. പിന്നെ ഈ കൊറോണ വന്ന് പെട്ടെന്ന് ഡെത്ത് സംഭവിക്കാറുണ്ടോ ശ്വാസം കിട്ടാതെ? അങ്ങനെ ആൾക്കാർക്ക് സംശയമുണ്ട്. ഉണ്ട്. ഇത് നോവൽ കൊറോണ വൈറസ്. നമ്മൾ കൊറോണ എന്ന് ആക്ച്വലി അല്ല പറയുന്നത്, ഇത് നോവൽ കൊറോണ വൈറസ്. ഇത് പുതിയതായിട്ട് വന്ന വൈറസ്. ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ല. കമ്മ്യൂണിറ്റിക്ക് ഇത് നേരത്തെ ഒരു ഹ്യൂമൻ ബീങ്ങിന് നേരത്തെ ഇത് വന്നിട്ടില്ല. സോ ഇത് ആനിമൽസിൽ നിന്ന് വന്നത്. അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. നമുക്ക് കുറച്ചെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇത് റെസിസ്റ്റ് ചെയ്യാൻ ഒക്കാത്തോണ്ട് സംശയം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമുക്കൊരു ചുമയുണ്ട്, ഇപ്പൊ 3-4 ദിവസമായിട്ട് ചുമയുണ്ട്. ഈ ചുമ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിട്ട് ഡെത്ത് വല്ലതും സംഭവിക്കുമെന്നാണ് അറിയേണ്ടത്. ഉണ്ട്. ബിക്കോസ് ഇത് മൂക്കിൽ കൂടെ കയറിയിട്ട് ലങ്സിൽ കയറും. ഇൻസ്റ്റൻറ്റ് ഒരു വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കും. ഈ ന്യൂമോണിയയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്താ? ഓക്സിജൻ ഒരുപാട് കുറയും. ആൻഡ് ഓൾ ലങ്സിൻ്റെ സെൽസ്, ആൽവിയോലൈ എന്ന് പറയും, ഇത് സ്പോഞ്ച് പോലത്തെ സെൽസിൽ ഓരോരോ സെൽസിൽ വെള്ളം കയറും. വെള്ളം കയറുമ്പോൾ ഓക്സിജനേഷൻ കുറവാണ്, ഉടനെ ഓക്സിജൻ കിട്ടാൻ പാടാ. സോ അത് ലങ്സ് അങ്ങ് സ്ട്രഗിൾ ചെയ്യും, ശ്വാസം മുട്ടൽ കൂടി ഇരിക്കും. നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യാതെ ഒക്കില്ല. ഇൻറ്റുബേറ്റ് ചെയ്യാതാലും നമുക്ക് മുഴുവൻ ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇൻറ്റുബേഷൻ നമ്മൾ ഓക്സിജനേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ട്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ റെംഡെസിവിർ അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെന്റ്. അതായത് നമുക്കിപ്പോ ചുമ്മാ ഒരു 4-5 ദിവസമൊക്കെ ചുമ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി. ആക്ച്വലി ഉടനെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ സോർ ത്രോട്ട്, മൂക്കിൽ കൂടെ കുറച്ച് വെള്ളം വന്നാൽ അല്ലെങ്കിൽ സോർ ത്രോട്ടിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, ചുമ എന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഈ ഡിസീസിന് നേരത്തെ തന്നെ സോർ ത്രോട്ട് എന്ന് വെച്ചാൽ ത്രോട്ട് ഇറിറ്റേഷൻ, തൊണ്ടയിൽ വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്റ്റേജിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നുണ്ട്. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലാണ്, പക്ഷേ അവിടെ മരണനിരക്ക് കൂടുകയാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാം ഏത് രീതിയിലാണ് ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നറിയാം. പക്ഷേ കൊറോണയെ നേരിടുന്നതിൽ ഇന്ത്യ വലിയൊരളവോളം വിജയിച്ചു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് താരതമ്യേന വിദേശ രാജ്യങ്ങളിൽ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മരണനിരക്ക് കൂടുന്നു?
ഇത് നോർമലി വിദേശത്ത് നമ്മൾ ഒരുപാട് റെസ്പിറേറ്ററി ഇൽനെസ്, നമ്മൾ ശ്വാസകോശം റിലേറ്റഡ് ഇൽനെസ് അത്ര ഇല്ല. ബിക്കോസ് അവിടുത്തെ എൻവിറോൺമെൻറ്റ് ഒരുപാട് ക്ലീനാണ്, പൊല്യൂഷൻ ഇല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ അത്ര ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ ഡിസ്റ്റൻസിങ് എനിവേ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അവർക്ക് ആക്ച്വലി ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ആദ്യം അറിയില്ലായിരുന്നു. അവർ വിചാരിച്ചു ഇത് സിമ്പിൾ നോർമൽ കൊറോണ വൈറസ് പോലെ ആയിരിക്കും എന്ന്. ആദ്യം അത് ഫീലിംഗ് ഇല്ലായിരുന്നു അവർക്ക് ദാറ്റ് ഇത് ഒരു ഡെഡ്ലി ഡിസീസ് ആണെന്ന്. സോ അപ്പോഴത്തേക്ക് ബൈ ദ ടൈം ആ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ സോഷ്യൽ മെഷേഴ്സ്, പ്രിവെൻറ്റീവ് മെഷേഴ്സ് വിച്ച് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അത് ഇൻസ്റ്റാൾ, പർട്ടിക്കുലർലി സോഷ്യൽ ഡിസ്റ്റൻസിങ്, പരസ്പരം അകലെ പാലിക്കാൻ, അതും ലോക്ക്ഡൗൺ ചെയ്യുന്നത് അവർ ഒരുപാട് കുറച്ച് വൈകിപ്പോയി. ബട്ട് ലക്കിലി ഫോർ ഇന്ത്യൻസ്, പർട്ടിക്കുലർലി കേരള, ഐ തിങ്ക് നമ്മൾ ഒരുപാട് ലിറ്ററസി റേറ്റ് ഒരുപാട് ഹൈ ആയതുകൊണ്ട് വി ആർ ഇമ്മീഡിയറ്റ്ലി ഒബീഡിയൻറ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടപ്പോൾ തന്നെ എല്ലാവരും വി വർ ലിറ്റിൽ അവെയർ. ആൻഡ് ആസ് സൂൺ ആസ് ദ ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻസ് തന്നപ്പോൾ, ഗൈഡ് ലൈൻസ് തന്നപ്പോൾ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഓർ ഗൈഡ് ലൈൻസ്, ഐ തിങ്ക് എല്ലാവരും അത് പാലിച്ചു. കുറേ കല്യാണത്തിലും നമ്മൾ വിളിച്ചപ്പോഴും പോയില്ല. മോർ ദാൻ 5 പീപ്പിൾ ഒരു കല്യാണത്തിലും കൂടെ 2-3 കല്യാണം ഞങ്ങൾക്ക് അറിയുന്ന കല്യാണത്തിൽ ആരും മോർ ദാൻ 4 or 5 പീപ്പിൾ ഇല്ലായിരുന്നു. അത് സോ ഇത്രയും ഒബീഡിയൻ്റ് ആയിരുന്നു. ജനറലി ഐ തിങ്ക് ആ ഫിയർ ഇല്ലായിരുന്നു അത്രയും ഫോറിൻ കൺട്രീസിൽ. സോ അത് സഡൻലി ഒരുപാട് കേസസ് വന്നപ്പോൾ ദേ വർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. USA ഈ റിലീജിയസ് സെറമണീസ് അതുപോലും അത് ഒരു അവശ്യ സർവീസാക്കി മാറ്റി എന്നാണ് പറയുന്നത്, എസെൻഷ്യൽ സർവീസിൽ പെടുത്തി എന്നാണ് പറയുന്നത്. ഐ തിങ്ക് മോർ ദാൻ ദ റിലീജിയസ് സർവീസസിനെക്കാട്ടിൽ ഒരു ഫോറിൻ കൺട്രിയിൽ മെയിൻ തിങ് എല്ലാവരും ഒരു വീക്കെൻഡ്, യൂഷ്വലി മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്തിട്ട് വീക്കെൻഡിൽ ഒരുപാട് എൻജോയ്മെൻറ്റിൻ്റെ ഒരു കൾച്ചറുണ്ട്. എല്ലാം ബോട്ടിങ് ഓർ ഗോയിങ്, ഒരു വലിയ ഐ തിങ്ക് ഇറ്റലിയിൽ കണ്ടത് ഫുട്ബോൾ മാച്ച്, ഈ വലിയ വലിയ മാച്ചസും ഗ്രൗണ്ട്സിൽ വേറെ മ്യൂസിക് അവിടെ ഉള്ളപ്പോഴാണ് അങ്ങനെയാണ് പകർന്നത്. ഞാൻ ന്യൂസിൽ കേട്ടതാ, ഇറ്റലിയിൽ ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വലിയ കോൺസേർട്ട്. ആൻഡ് ഒരാൾ ഇഗ്നോറിങ് സിംറ്റംസ് മീൻസ് ഒരാൾ ആലോചിച്ച് ഓക്കെ എനിക്ക് പനിയും ഇത്ര ഒരുപാടൊന്നും ഇല്ല, ഞാൻ പോയി കളയാമെന്ന് എൻജോയ്മെൻറ്റിന് വേണ്ടി അത് പാലിച്ചില്ല. സെൽഫ് ക്വാറന്റൈൻ, സെൽഫ് ഐസൊലേഷൻ പാലിച്ചില്ല. ഒരാൾ വന്ന് സോ മെനി പീപ്പിളിനെ ഇൻഫെക്റ്റ് ചെയ്തതാണ് കണ്ടത്. ലക്കിലി ഫോർ ചൈനയും പറയുന്ന മെയിൻ തിങ് ഇസ് സെൽഫ് ഡിസിപ്ലിൻ ആയിരുന്നു. ഇന്ത്യ ഓൾസോ ഐ തിങ്ക് ഏഷ്യൻ കൺട്രീസിൽ മോർ ഓർ ലെസ് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. ദാറ്റ് വേറെ ആരും പറയുമ്പോൾ ഉടനെ ഒബീഡിയൻസ് ഉണ്ടെന്ന് ഐ ഫീൽ അതാ മെയിൻ റീസൺ. ആൻഡ് ജനറലി നമ്മുടെ പ്രാക്ടീസസ്, നമസ്തേ പറയുന്ന പ്രാക്ടീസ് ആൻഡ് ഹാൻഡ് വാഷിങ്, കാലും വാഷ് ചെയ്യും, പിന്നെ കുളിച്ചിട്ടേ കയറുള്ളൂ അകത്ത്. എന്തെങ്കിലും ആരുടെ അടുത്ത് മുതിർന്നവർക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയാൽ എല്ലാം പാലിച്ചിട്ട് ഓൾറെഡി പാലിക്കുന്ന ഇത് കുറേ ഇതുണ്ട്. അത് അവിടെ തണുപ്പ് കാരണം അങ്ങനെ ഒക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ക്ലോസ്ഡ് അവരെല്ലാം ഈ തണുപ്പ് വിൻ്റർ സീസണിൽ എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ ബാറിലോ ഒരു പബ്ബിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ട്സിൽ ഒരുമിച്ചാണ് കൂടുന്നത്. വെരി ഡിഫിക്കൽട്ടാണ് ഇത് വിൻ്ററിൽ അത്ര സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് അവർ ആലോചിച്ചില്ല ഇത്ര ഡെഡ്ലി ഡിസീസാണെന്ന്. സോ സെൽഫ് ഐസൊലേറ്റ് ചെയ്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ആര് പർട്ടിക്കുലർലി എഡ്യൂക്കേറ്റഡും നോൺ എഡ്യൂക്കേറ്റഡും എല്ലാവരും കൂടെ ഇത് ഹെൽപ്പ് ചെയ്തിട്ട് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് നമുക്ക്. ഓക്കെ, ഗുരുവായൂരിൽ നിന്ന് ഉമേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുമേഷ് ഡോക്ടറോട് ചോദിക്കാം. സുമേഷ് കേൾക്കാമോ? കേൾക്കാം സാർ. പ്ലീസ് ചോദിക്കൂ. നമസ്കാരം. ഞാൻ ഇത് ഒരു ദുബായിൽ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന്റെ ഒരു മാമന് ഒരു നിർദ്ദേശം കൊടുക്കുന്നതേ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഗുളികകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പദാർത്ഥങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുവിധം പ്രതിവിധി ഉണ്ടാവും എന്നൊക്കെ അതിലിങ്ങനെ പറയണ കേട്ടു. അത് ശരിയാണോ സാറേ? നമ്മൾ റൂട്ടീൻലി ഓൾസോ ജനറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ റൂട്ടീൻലി ഇത് പറയും, വിറ്റമിൻ സിയും എല്ലാം കഴിക്കാൻ. വിറ്റമിൻ സി ടാബ്ലറ്റ് ആയിട്ട് മാത്രമല്ല, ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കാൻ. ബിക്കോസ് ഫ്രൂട്ട്സിൽ ഒരുപാട് വിറ്റമിൻ സി ഉണ്ട്. അതും സീസണൽ ഫ്രൂട്ട്സ്. ഒരുപാട് എക്സ്പെൻസീവ് ഫ്രൂട്ട്സ് വാങ്ങിക്കണം എന്നില്ല. നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ലൈക്ക് ആപ്പിളൊക്കെ എപ്പോഴും പോയി വാങ്ങിക്കണം എന്നില്ല. നമ്മുടെ വരുന്ന സീസണൽ ഫ്രൂട്ട്സ് ലൈക്ക് ഇപ്പോൾ പേരയ്ക്ക,
പേരയ്ക്ക, നമ്മുടെ ചിക്കു, നമ്മൾ ആൾക്കാർ ഇവിടെ കേരളത്തിൽ അത്ര കാണുന്നില്ല കഴിക്കുന്നത്. സപ്പോട്ട എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്, ഇതൊക്കെ കഴിച്ചാൽ ഹൈ വിറ്റമിൻ സി ഉണ്ട് നമ്മളെ പറമ്പിൽ ഇരിക്കുന്ന അതിൽ. സോ നേരത്തെ തന്നെ നമ്മൾ റെസ്പിറേറ്ററി ഇൽനെസ്സിൽ എപ്പോഴും പറയും ഡെയിലി അറ്റ്ലീസ്റ്റ് 1 ഫ്രൂട്ട് വേണം. ഈവൻ ഇഫ് മറ്റേ ഡിസീസ് ഏതെങ്കിലും ഡിസീസസിലുണ്ട്, മിനിമം 1 ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു കിണ്ണം നിറച്ച് ഫ്രൂട്ട് കട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കുമെങ്കിൽ തിന്നണം എന്ന്. സ്പെസിഫിക് അല്ല. വിദേശത്തേക്ക് കൊടുക്കുന്ന ഗുളികകള് പനിയാണെങ്കിൽ പാരസെറ്റമോള്, നല്ല ടാബ്ലറ്റ്, അല്ലെങ്കിൽ ചുമയാണെങ്കിൽ അതിന്റെ സിറപ്പ്, അതൊക്കെ കൊടുക്കുന്നുള്ളൂ. വേറെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇങ്ങനത്തെ വിറ്റാമിൻ സി ആണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പൊ ശരി തന്നെയാണ് അല്ലേ? ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ സുമേഷ്, വിളിച്ചതിന് നന്ദി ഡോക്ടർ. അതുപോലെ ഈ വിദേശത്തും ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് UK-യിൽ NHS വർക്ക് ചെയ്യുന്നവർ. അവർ തന്നെ പറയുന്നത് ഇപ്പോൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പാരസിറ്റമോൾ കഴിക്കണം എന്നാണ്. അഥവാ ഇങ്ങനെ രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്നവർക്ക് മരുന്ന് കൊടുക്കുന്നത് പാരസിറ്റമോൾ ഒക്കെയാണ് എന്നാണ്. അത് തന്നെയാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അത് ഇഫക്റ്റീവ് ആണോ? അത് ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിലും നമ്മൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു സ്പെഷ്യലിസ്റ്റ് മാത്രം ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ കൊടുക്കാക്കും. അങ്ങനെ GP പ്രാക്ടീസിൽ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറില്ല. അല്ലെങ്കിൽ ബേസിക് ഒരു സിമ്പിൾ അമോക്സിസിലിൻ അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. സോ എല്ലാവർക്കും നമ്മൾ അവിടെ ടൈലനോൾ എന്നാണ് ഇത് വിളിക്കുന്നത്, പാരസെറ്റമോൾ അല്ലെങ്കിൽ പാരസെറ്റമോൾ. യൂഷ്വലി എല്ലാവരും ഇത് ഓവർ ദ കൗണ്ടറും കിട്ടും. അഡ്വിൽ, പാരസെറ്റമോൾ ഇതൊക്കെ കിട്ടുമ്പോൾ അവർ എടുക്കുന്നുണ്ട്. പാരസെറ്റമോൾ പെർട്ടിക്കുലർലി എടുക്കാനാണ് പറയുന്നത്, ആദ്യം എടുക്കാനാണ്. മറ്റേത് നേരത്തെ പറഞ്ഞ ഒരു ഇത് പറഞ്ഞ റൂട്ടീൻ വിറ്റമിൻ സി അതൊക്കെ എടുക്കാം. പക്ഷേ അത് സ്പെസിഫിക് ആയിട്ട് തൊണ്ട ഇറിറ്റേഷൻ തുടങ്ങുന്നെങ്കിലും ആൻഡ് ഓൾറെഡി എപ്പിഡമിയോളജിക്കലി ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ കോൺടാക്ട് വിത്ത് അനദർ കോവിഡ് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ആ സൊസൈറ്റി വേർ സംബടി വേറെ കോവിഡ് പോസിറ്റീവ് COVID-19 ഡിസീസിന് പറയുന്നത് അത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നേരത്തെ തന്നെ ഹെൽത്ത് കെയർ വർക്കർ ത്രൂ ദ ഹെൽത്ത് അതോറിറ്റീസ്, ദിശ എന്ന് പറഞ്ഞാൽ അത് ഫോൺ ചെയ്തിട്ട് ആസ്കിങ് ഫോർ അഡ്വൈസ് ആ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചുമ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇത് ഹൈലി കോണ്ടേജിയസ് ആണ്, ഹൈലി ഇൻഫെക്റ്റീവ് ആണ്. അത് ഫാസ്റ്റായിട്ട് വിത്തിൻ എ ഡേ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വെയിറ്റ്. എന്തെങ്കിലും യു ആർ നൗ ഇപ്പം സസ്പീഷ്യസ് എനിബഡി യൂസ് ഹാവിങ് എനിത്തിങ്, അറ്റ്ലീസ്റ്റ് ആസ്ക് എ ഹെൽത്ത് അതോറിറ്റി വാട്ട് ടു ഡു. ഡോക്ടർ, ഈ ലോകത്തെ ഇതുപോലുള്ള വൈറസുകൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുതിയ പുതിയ കേസുകൾ വരുന്നു. പല പേരുകളിലാണ് ഈ വൈറസുകൾ അറിയപ്പെടുന്നതും. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എല്ലാ എപ്പിഡമിയോളജിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ റെസ്പിറേറ്ററി ഫിസിഷ്യൻ നമുക്കറിയാം ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യും. മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് ഒരു സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസ് എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ യൂഷ്വലി നമ്മുടെ DNA ഒക്കെ 2 സ്ട്രാൻഡൊക്കെ DNA സ്ട്രാൻഡ്. ഈ RNA സ്ട്രാൻഡ് ഇത് നമ്മുടെ സെൽസിൽ കയറി ഒരു ഹൈലി ലങ് സ്പെസിഫിക്കാണ്, മൂക്കിൽ കൂടെ കയറി അറ്റാച്ച് ചെയ്തിട്ട് അകത്തോട്ട് കയറി നമ്മുടെ DNA തന്നെ യൂസ് ചെയ്ത് അത് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജീൻ സീക്വൻസ്, ഒരു നമ്മുടെ ജനറ്റിക് സീക്വൻസ് എന്ന് പറയും, ആ ജീൻ സീക്വൻസ് മാറി അത് മ്യൂട്ടേറ്റ് ചെയ്യും. സോ ഇത് മ്യൂട്ടേഷനിൽ നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. നമ്മളിത് കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും വൈറസ് വന്നാൽ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മേ ബി ഒരു 6 months 1 year അല്ല, ഓൾമോസ്റ്റ് 4 or 5 years കഴിഞ്ഞിട്ട് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വരും, ഒരു ജനറ്റിക് ഇത് റെസിസ്റ്റൻസ് വരും ഈ വൈറസ്. നമുക്ക് വേറെ വൈറസും ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, H1N1, സാർസും ഉണ്ടായിരുന്നു, മേഴ്സും ഇങ്ങനെ പേഷ്യൻസ് ഒക്കെ കൊണ്ടുവരുന്നു. പക്ഷെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായി. പക്ഷേ ഈ ഒരു പുതിയ വൈറസ് മ്യൂട്ടേറ്റ് ആ ജീൻ സീക്വൻസ് മാറുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. സോ നമുക്ക് നോർമലി പ്രഡിക്ഷൻ ഉണ്ട്, വൺസ് ഇൻ എവറി മേ ബി 30-40 yearsൽ ഒരു പുതിയ വൈറസ് വരണം എന്നാണ് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. എപ്പിഡമിയോളജിക്കലി അല്ലെങ്കിൽ എല്ലാ സയൻറ്റിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ദിസ് വിൽ ഹാപ്പൻ വൺസ് ഇൻ 40-50. ഐ തിങ്ക് ലാസ്റ്റ് 1918 സ്പാനിഷ് ഫ്ലൂ ഒരു ഓൾമോസ്റ്റ് സോ മെനി ബില്യൺ, 5 billion 50 billion വരെ ആൾക്കാരെ ഇറ്റ് കിൽഡ്, അത്ര ആൾക്കാരെ. സോ നെക്സ്റ്റ് 1960s വേറെ ഏതോ എപ്പിഡമിക് ഒരു പാൻഡമിക് ഉണ്ടായിരുന്നു. സോ ജനറലി ഇത് പ്രഡിക്ഷൻ ഉണ്ട് ദാറ്റ് എവറി 40-50 years ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് പുതിയ പാൻഡമിക് അത് ക്രിയേറ്റ് ചെയ്യുമെന്ന്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കോവിഡിനെയും കാണാം അല്ലേ? യാ, ഡെഫിനറ്റ്ലി. ഓക്കെ, കൊല്ലത്ത് നിന്നും ഗിരികുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ ഗിരികുമാർ, ചോദിക്കാം ഡോക്ടറോട് സംശയങ്ങൾ. നമസ്കാരം. നമസ്കാരം.
മാഡം, എനിക്കുള്ള മോൾക്ക് തുടർച്ചയായിട്ട് തുമ്മലുണ്ടാവും. തുമ്മലുണ്ടായതിനു ശേഷം ചുമയുണ്ടാവും. കാര്യമായ കഫം ഉണ്ടാകാറില്ല. ഇത് വയസ്സ് എത്രയാ? വയസ്സ് 12 വയസ്സായി. 12 വയസ്സ്. സോ നേരത്തെ എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടോ? അലർജി ഇല്ല, അലർജിയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കോഴിയിറച്ചി ചിലപ്പോൾ അങ്ങനെ കഴിക്കും ചിലരുണ്ടായിട്ടുണ്ടായിരുന്നു. സ്കിൻ റിയാക്ഷനോ? സ്കിൻ റിയാക്ഷൻ ഇല്ല, തുമ്മലുണ്ടാവും. തുമ്മലുണ്ടായതിനു ശേഷം പിന്നെ ചുമയാവും. കഫം ഒന്നും ഉണ്ടാവത്തില്ല. മോസ്റ്റ്ലി ഇത് അലർജി പോലെയാ തോന്നിക്കുന്നത്. പറഞ്ഞ ഇതില് അലർജി പോലെയാ തോന്നിക്കുന്നത്. വേറെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ലോക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് പോയി എടുക്കാം. ആൻഡ് പിന്നെ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് എല്ലാം, ഈറ്റിംഗ് ലോട്ട് ഓഫ് ഫ്രൂട്ട്സ്, പിന്നെ ഡോണ്ട് സിറ്റ് അണ്ടർ ദ ഫാൻ ടു മച്ച്, ഡോണ്ട് യൂസ് AC ബിക്കോസ് വൈറസും ഏതെങ്കിലും അലർജൻസ് ഒക്കെ നമ്മൾ ഒരുപാട് തണുത്ത ഇരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. സോ ഒരുപാട് AC യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കൈയും കാലും എല്ലാം കഴുകണം. ഒരുപാട് ഡസ്റ്റ് വയ്ക്കാൻ പാടില്ല മുറിയിൽ. ആൻഡ് എക്സ്പോഷർ ടു ഇത് പുക, സ്മോക്ക്, വെളിയിലത്തെ നമ്മൾ നമ്മുടെ കച്ചരയൊക്കെ എരിക്കുന്ന ആ സ്ഥലത്തൊന്നും പോകാൻ പാടില്ല. സോ റൂമൊക്കെ ഒരുപാട് ക്ലീൻ ആക്കി റൂട്ടീൻലിയും 2 times ക്ലീൻ ചെയ്ത് ഫാനിൻ്റെ നേരെ കീഴെ കിടക്കാവില്ല. പിന്നെ അലർജി ഒരുപാട് കുറയും. വെയിറ്റ് ഒരു പ്രോബ്ലമാണ് ഇതിന്. സോ എക്സസൈസ് ആക്ച്വലി ഏറ്റവും നല്ലതാണ് ലങ്സിന്. നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തൊക്കെ കയറും. അലർജിക്കും ഇൻഫെക്ഷനും രണ്ടിനും നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെ വെളിയിൽ പോയി എക്സസൈസ് ചെയ്യേണ്ടെന്നാണ്. ബിക്കോസ് വേറെ ആരെങ്കിലും അവിടെ കൂടെ എക്സസൈസ് ചെയ്തോ നടന്നോ പ്രശ്നമുണ്ട്. സോ വീട്ടിൽ തന്നെ ടെറസിലോ എവിടെയെങ്കിലും വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത്. നന്ദി ഗിരികുമാർ വിളിച്ചതിന്. മാഡം എന്തായാലും വി വിൽ ഓവർകം അല്ലേ? ഡെഫിനറ്റ്ലി. നമുക്ക് ഒരു വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെ ഇത് അവസാനിപ്പിക്കാം ഈ ചർച്ച അല്ലേ? ഡെഫിനറ്റ്ലി. ഓക്കെ, എന്തായാലും മെഡിക്കൽ രംഗം അല്ലേ ഏത് പ്രതിസന്ധിയും നേരിടാൻ മാത്രം വളരുന്നുണ്ട്. ആ രീതിയിൽ തന്നെ എടുക്കാം. വളരെയധികം നന്ദി ഡോക്ടർ, ഈ സമയത്ത് ഇവിടെ സ്റ്റുഡിയോയിൽ വരികയും ഇതുപോലെ പ്രേക്ഷകരുടെയും എൻ്റെയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്. ശ്വാസകോശ രോഗവിദഗ്ധ, തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ പ്രീതി നായരാണ് ഇന്ന് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.